ഹായ് വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രൊസസറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതേപോലെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ്, അതേപോലെ യൂസിങ് നോർ ഗേറ്റ്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിനെയാണ് നമ്മൾ ലാച്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ബേസിക് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടാണ് ലാച്ച്. ആ ലാച്ച്, അതായത് ആ ലാച്ചിൽ നമ്മൾ SR ലാച്ചിനെ, ബേസിക് ആയിട്ടുള്ള SR ലാച്ചിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാച്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോയിൽ. അതേപോലെ SR ലാച്ചിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലാച്ചിൽ അഡീഷണൽ ഇൻപുട്ട് കൊടുത്തിട്ട്, അതായത് ഇപ്പോൾ ഇൻപുട്ട്, അതായത് ഒരു ലാച്ചിൽ അഡീഷണൽ ഇൻപുട്ട് കൊടുത്തിട്ട് എനേബിളോ അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നലോ ഇൻപുട്ടോ കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അഡീഷണൽ ഇൻപുട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ആ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് ലാച്ചിലേക്ക് അഡീഷണൽ ഇൻപുട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള SR ലാച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SR ലാച്ചിലേക്ക് അഡീഷണൽ ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ അഡീഷണൽ ഇൻപുട്ടായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ക്ലോക്ക് സിഗ്നലാണ്. നമ്മളിവിടെ അഡീഷണൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ക്ലോക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇൻപുട്ട് കാൺ ചേഞ്ച് ആക്സിഡൻ്റലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ചേഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അർത്ഥം. അതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. ഇനി ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് രണ്ട് ടൈപ്പ്, SR ലാച്ച് രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, യൂസിങ് നാൻഡ്, യൂസിങ് നോർ. അതേപോലെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാ പറയാം. അതായത് ക്ലോക്കാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നലായി കൊടുക്കുന്നതുകൊണ്ട് അതിനെ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡും ഉണ്ട്, ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നോറും ഉണ്ട്. അത് രണ്ടുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലോസ്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് നോക്കാം. നാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു ബേസിക്, നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് SR ലാച്ച് യൂസിങ് നാൻഡ് വരയ്ക്കുക. ഓക്കെ, ബേസിക് SR ലാച്ച് യൂസിങ് നാൻഡ്, അതായത് രണ്ട് നാൻഡ് ഗേറ്റ് ഉണ്ടാവും. ഓക്കെ, രണ്ട് നാൻഡ് ഗേറ്റ് ഉണ്ടാവും. ഓക്കെ, ഒന്നാമത്തിൻ്റെ ഒരു ഇൻപുട്ട് രണ്ടാമത്തതിൻ്റെ ഔട്ട്പുട്ടിലേക്ക്, രണ്ടാമത്തതിൻ്റെ ഒരു ഇൻപുട്ട് ഒന്നാമത്തതിൻ്റെ ഔട്ട്പുട്ടിലേക്ക്. ഓക്കെ, ക്യൂ ബാർ, ഇതാണ് ബേസിക് SR ലാച്ച്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡീഷണൽ ഇൻപുട്ടായിട്ട് ക്ലോക്ക്, രണ്ട് നാൻഡ് ഗേറ്റ് ക്ലോക്കും കൂടി നമ്മൾ ഇതിലേക്ക് അഡീഷണൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. രണ്ട് നാൻഡ് ഗേറ്റ്, അത് നേരെ നമ്മൾ ഒരു ഇൻപുട്ടിലേക്ക്, അടുത്ത നാൻഡ് ഗേറ്റ് അടുത്തതിലേക്ക്. ഓക്കെ, രണ്ടാമത്തേൻ്റെ ഇൻപുട്ട്, രണ്ട് നാൻഡ് ഗേറ്റ്. ഈ രണ്ട് നാൻഡ് ഗേറ്റിൻ്റെയും ഒരു ഇൻപുട്ട് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത്. ഓക്കെ, ക്ലോക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ SR ഇതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള SR ലാച്ചിലേക്ക് രണ്ട് നാൻഡും അതേപോലെ ക്ലോക്കും കൂടി നമ്മൾ അഡീഷണൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. SR, രണ്ട് നാൻഡ് ഗേറ്റ് 1, 2 ക്ലോക്ക് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കണം, അല്ലേ? അപ്പോൾ നോക്ക്, SR രണ്ട് നാൻഡ് ഗേറ്റ് ക്ലോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ അത് നമുക്കറിയാം. അതൊന്ന് നമ്മളിവിടെ നോട്ട് ചെയ്യാം. SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ SR ക്യൂ ബാർ, അല്ലേ? അപ്പോൾ എങ്ങനെ വരിക, 0 0 0 1 1 0 1 1. 0 0 വരുന്ന സമയത്ത് നോട്ട് യൂസ്ഡ്, അല്ലേ? നോട്ട് യൂസ്ഡ്. 0 1 വരുന്ന സമയത്ത് 1 0, 1 0 വരുന്ന സമയത്ത് 0 1, 1 1 വരുന്ന സമയത്ത് എന്താണ്, മെമ്മറി. ഇതാണ് SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കിവിടെ ആവശ്യമുണ്ട്. ഇനി നോക്ക്, നമുക്കിതിൻ്റെ ഓപ്പറേഷൻ നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് നാൻഡ് ഗേറ്റ്, ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക,
അല്ലേ? അതേപോലെ ക്ലോക്ക് എസ് ഇൻറ്റു ക്ലോക്ക് കോംപ്ലിമെൻ്റ് വരിക CLK എന്നാണ് ക്ലോക്കിന് ഞാൻ എഴുതുന്നത്. എസ് ഇൻറ്റു ക്ലോക്ക് ഓൾ കോംപ്ലിമെൻറ്റ്. ഇതല്ലേ ഫസ്റ്റ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരിക. നോക്കുക, ഒരു ഇൻപുട്ട് എസ്, അടുത്തത് ക്ലോക്ക്. അപ്പോൾ അതിന് രണ്ടിൻ്റെയും ആൻഡ് ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലേ? എസ് ഇൻറ്റു ക്ലോക്ക് ഹോൾ കോംപ്ലിമെൻറ്റ് വരും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് എഴുതാം അല്ലേ? എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് എന്ന് വരും അല്ലേ? ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് നാൻഡ് ഗേറ്റ് ഇവിടെ എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ്. ഇനി ഔട്ട്പുട്ട് ഓഫ് സെക്കൻഡ് നാൻഡ്. ഓക്കെ, സെക്കൻഡ് നാൻഡ് ഗേറ്റ് എങ്ങനെ വരിക? ആർ ഇൻറ്റു ക്ലോക്ക് ഹോൾ കോംപ്ലിമെൻറ്റ് വരും അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കാം. ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ്. ഇതാണ് ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് വരുന്നത് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും. ഇനി ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാൻ എളുപ്പമാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്ക്വയർ വരയ്ക്കുക. നമുക്കിവിടെ ഔട്ട്പുട്ട് ഏതൊക്കെയുള്ളത്? ക്യൂ ബാർ. ഇൻപുട്ട് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? എസ് ആറ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലോക്കിന് ഇങ്ങനെ കൊടുക്കുക, CLK ക്ലോക്ക്. ഓക്കെ, ക്ലോക്ക്. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കണം. ഓക്കെ, ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. ഓക്കെ, ട്രൂത്ത് ടേബിൾ കണ്ടെത്തണം. അപ്പോൾ ട്രൂത്ത് ടേബിൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ട്രൂത്ത് ടേബിളിൽ നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് ക്ലോക്ക് വേണം. ക്ലോക്ക് ഒരു ഇൻപുട്ടാണ്. ക്ലോക്ക് എസ് ആറ് ക്യൂ ബാർ. ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഓക്കെ, ഞാൻ ഈ ബ്ലോക്ക് ഡയഗ്രാം ഒഴിവാക്കണം നമുക്ക് ഓപ്പറേഷൻ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം നമ്മൾ ക്ലോക്ക് എന്ത് ചെയ്യുന്നു? ക്ലോക്ക് 0 കൊടുക്കുന്നു. ഓക്കെ, ക്ലോക്ക് നമ്മൾ 0 കൊടുക്കുന്നു. ക്ലോക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് എന്താ വരിക? എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് എന്നാ വരിക അല്ലേ? എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് അല്ലേ? അപ്പോൾ എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് 0 ആണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1 എന്ന് പറയും. അപ്പോൾ നമ്മൾ ബൂലിയൻ എക്സ്പ്രഷനിൽ പഠിച്ചിട്ടുണ്ട് എനി വാല്യൂ, എനി വേരിയബിൾ വിത്ത് അല്ലെങ്കിൽ ആഡ് 1 കൊണ്ട് അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 തന്നെയാണ് കിട്ടുക അല്ലേ? A+1 എന്ന് പറഞ്ഞാൽ 1 ആണ്, B+1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ് കിട്ടുക. അപ്പോൾ ക്ലോക്ക് 0 ആകുന്ന സമയത്ത് എന്ത് ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഔട്ട്പുട്ട് എന്തായിരിക്കും? ആദ്യത്തെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. രണ്ടാമത്തേലോ, അതായത് നോക്കുക, ആദ്യത്തേൽ 1 കിട്ടി, രണ്ടാമത്തേൽ ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴും 1 ആണ് കിട്ടുക അല്ലേ? അപ്പോൾ ക്ലോക്ക് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 1 ആണ് കിട്ടുക. എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1 കിട്ടും, ഇവിടെ ആർ കോംപ്ലിമെൻറ്റ് പ്ലസ് 1 കിട്ടും, രണ്ടും 1 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ക്ലോക്ക് 0 ആയി കഴിഞ്ഞാൽ വാട്ട് എവർ ദി ഇൻപുട്ട് എസും ആറും എന്തോ ആയിക്കോട്ടെ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? 1 കിട്ടുക. രണ്ടിലും 1 കിട്ടുക. 1 കിട്ടിക്കഴിഞ്ഞാൽ എസ് ആർ 1 കിട്ടിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക? 1 ആണെങ്കിൽ SR ലാച്ച്. ഓക്കെ, SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിളിൽ നോക്കി, ഈ ട്രൂത്ത് ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. 1 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? SR ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിളിൽ 1 ആണെങ്കിൽ മെമ്മറിയാണ് കിട്ടുക. മെമ്മറി കിട്ടി. അപ്പോൾ ക്ലോക്ക് 0 ആണെങ്കിൽ എസും ആറും എന്തോ ആയിക്കോട്ടെ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും കിട്ടുക. ഇനി ക്ലോക്ക് 1 ആവുന്ന കണ്ടീഷൻ നോക്കാം. ക്ലോക്ക് 1 ആവുന്ന സമയത്ത് നോക്ക്, ക്ലോക്ക് 1 ആവുന്ന സമയത്ത് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് വരിക അല്ലേ? അപ്പോൾ എന്താ നമുക്ക് വരിക? ആദ്യത്തെ ഔട്ട്പുട്ട് എന്താ വരിക? എസ് കോംപ്ലിമെൻറ്റ്. ക്ലോക്ക് 1 ആവുന്ന സമയത്ത് എസ് കോംപ്ലിമെൻറ്റ് വരും. രണ്ടാമത്തെ എന്താ വരിക? ആർ കോംപ്ലിമെൻറ്റ് വരും. എസ് കോംപ്ലിമെൻറ്റ് വരും, അതേപോലെ ആർ കോംപ്ലിമെൻറ്റ് വരും. അതല്ലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇനി അതിലെ ഓരോ കണ്ടീഷനും ക്ലോക്ക് 1 ആവുന്ന സമയത്ത് 0 0 0 1 1 0 1 1. ക്ലോക്ക് 1 ആവുന്ന സമയത്ത് 4 കണ്ടീഷൻ നോക്കണം. അപ്പോൾ നോക്ക്, ക്ലോക്ക് 1 ആവുന്ന സമയത്ത് ആദ്യം നമ്മൾ എസ് = 0 ആർ = 0 കിട്ടി. ഓക്കെ, എസ് = 0 ആർ = 0. അപ്പോൾ എസ് കോംപ്ലിമെൻറ്റും ആർ കോംപ്ലിമെൻറ്റും നോക്കുക. എസ് കോംപ്ലിമെൻറ്റ് എന്താ വരിക? 1, ആർ കോംപ്ലിമെൻറ്റ് 1. അപ്പോൾ എസ് = 0 ആർ = 0 വരുമ്പോൾ 1 1 വരിക. 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? SR ലാച്ചിൽ 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയാണ് വരിക. അപ്പോൾ എസ് = 0 ആർ = 0 ആകുമ്പോൾ മെമ്മറി തന്നെയാണ് വരിക, അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയും അല്ലേ? ഇനി നോക്ക്, എസ് = 0 0 കൊടുത്തു, 0 1 0 ആർ = 1 വരും. അപ്പോൾ എസ് കോംപ്ലിമെൻറ്റ് എന്താ വരിക? 0 ആവുന്ന സമയത്ത് 1, എസ് കോംപ്ലിമെൻറ്റ് 1, ആർ കോംപ്ലിമെൻറ്റ് 0 അല്ലേ? അപ്പോൾ 1 0 എന്ന് വരിക. 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താ വരിക?
01 എന്നാണ് വരിക. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ നോക്കുക 10 ആണ് ഔട്ട്പുട്ട് കിട്ടിയത്. എപ്പം 01 കൊടുത്തപ്പം ഔട്ട്പുട്ട് 10 ആണ്. 10 ആണെങ്കിൽ നമുക്ക് എന്താ വരിക? 10 ആണെങ്കിൽ 01 ആണ് വരിക അല്ലെ. നോക്ക് 01 കൊടുത്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 10 കിട്ടി. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 01 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ എന്താ വരിക? 01 Q0 Q bar 1. ഇനി അടുത്തത് S is equal to 1 R equal to 0. ഓക്കെ, അപ്പോൾ എസ് കോംപ്ലിമെന്റ് എന്താ വരിക? എസ് കോംപ്ലിമെന്റ് 0 വരും, ആർ കോംപ്ലിമെന്റ് 1 വരും. അപ്പോൾ നോക്ക് 10 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താ വരിക? 01 വരിക. 01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ വരിക? Q ബാർ 10 എന്ന് വരിക. അപ്പോൾ ഇവിടെ 10 എന്ന് കിട്ടി. ഇനി S is equal to 1, R equal to 1. അപ്പോൾ S കോംപ്ലിമെന്റ് 0, R കോംപ്ലിമെന്റ് 0. അപ്പോൾ നമുക്ക് 0 വരും അല്ലേ. 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? 0 അല്ലേ. 0 വരുന്ന സമയത്ത് എന്താണ്? നോട്ട് യൂസ്ഡ് അല്ലേ. അപ്പോൾ അത് കോൺട്രഡിക്ടറി ആണ്, നോട്ട് യൂസ്ഡ്. ഓക്കെ, ഇതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NAND. അതിന്റെ ബ്ലോക്ക്, അതായത് അതിന്റെ സർക്യൂട്ട് വരച്ചു, ബ്ലോക്ക് ഡയഗ്രം നമ്മൾ നേരത്തെ വരച്ചു. അതേപോലെ അതിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ടേബിൾ, ക്ലോക്ക് കൊടുക്കുന്ന സമയത്തുള്ള. അപ്പോൾ ക്ലോക്ക് 0 ആണെങ്കിൽ ഇൻപുട്ട് എന്തോ ആയിക്കോട്ടെ, ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടുക? മെമ്മറി തന്നെയാണ് കിട്ടുക. 11 ആണ് കിട്ടുക. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയാണ് ഇതിൽ വരുന്നത് അല്ലേ. ബാക്കി ക്ലോക്ക് 1 ആകുമ്പോഴുള്ള ഓരോ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ക്ലിയർ? ഇതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NAND. ഇതേപോലെ നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NOR നോക്കണം. ക്ലിയർ? അടുത്ത നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NOR അല്ലെ. NOR ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള SR ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കാം. ഓക്കെ, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NOR. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് അതിന്റെ എന്ത് വരക്കണം? സർക്യൂട്ട് വരക്കണം, ബ്ലോക്ക് ഡയഗ്രാം, ഔട്ട്പുട്ട് നോക്കണം, ദെൻ ട്രൂത്ത് ടേബിൾ നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അതിന്റെ സർക്യൂട്ട് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NOR നേരത്തെ ചെയ്ത പോലെ, നാൻഡിൽ ചെയ്ത പോലെ തന്നെ NOR വെച്ചിട്ടുള്ള ഒരു ലാച്ച് വരയ്ക്കുക. അതിന്റെ ഇൻപുട്ടിൽ നാൻഡും ക്ലോക്കും കൂടി നമ്മൾ കൊടുക്കുക. നേരത്തെ നാൻഡ് വെച്ചിട്ടുള്ള ബേസിക് SR ലാച്ച് ഇനി വരച്ചിരുന്നത്, അതിന് പകരം NOR വെച്ചിട്ടുള്ള ബേസിക് XR ലാച്ച് വരയ്ക്കുക. അപ്പം NOR വെച്ച് വരയ്ക്കുന്ന സമയത്ത് NOR ഗേറ്റ്, 2 NOR ഗേറ്റ്. ഓക്കെ, അതിൻ്റെ 2 ഇൻപുട്ടിൽ ഒരു ഇൻപുട്ട് എന്ത് ചെയ്യുക? അടുത്തതിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്യുക. മറ്റതിൻ്റെ രണ്ടാമത്തെ ഒരു ഇൻപുട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്യുക. Q ബാർ അല്ലേ. അടുത്ത ഇൻപുട്ട് ഫസ്റ്റ്, രണ്ടിൻ്റെയും ഫസ്റ്റ് ഇൻപുട്ട് എന്ത് ചെയ്യുക? നാൻഡും അതേപോലെ ക്ലോക്കും. ഓക്കെ, ഒരു നാൻഡിലേക്ക്, അതേപോലെ അടുത്തതും അടുത്ത രണ്ടാമത്തെ നാൻഡ് ഗേറ്റിലേക്ക്, ഒന്നാമത്തെ രണ്ടാമത്തെ നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക. നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് നേരെ എന്ത് ചെയ്യുക? ക്ലോക്കിലേക്ക് കൊടുക്കുക. അടുത്ത ഇൻപുട്ട് നമ്മളിവിടെ നാൻഡ് യൂസിങ് NOR ആയതുകൊണ്ട് നമ്മളിവിടെ RS എന്നാണ് എഴുതുക. നേരത്തെ SR എന്ന് എഴുതിയ പോലെ ഇവിടെ RS എന്ന് വരും. അപ്പോൾ ബേസിക് SR ലാച്ച് യൂസിങ് NOR വരച്ചു. അതിൽ നാൻഡും ക്ലോക്കും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? അഡീഷണൽ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കണം. ഔട്ട്പുട്ട് എങ്ങനെ വരിക? ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് നാൻഡിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എന്താണ്? R ഇൻറ്റു ക്ലോക്ക് ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്താ വരിക? R കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് അല്ലേ. R കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ്. ഇനി ഔട്ട്പുട്ട് ഓഫ് സെക്കൻഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? S ഇൻറ്റു ക്ലോക്ക് ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ S കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ് വരും. ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നേരത്തെ വരച്ച പോലെ തന്നെയാണ് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. ഓക്കെ, ബ്ലോക്ക് ഡയഗ്രാം ജസ്റ്റ് ഒരു ബ്ലോക്ക് വരയ്ക്കുക. ദെൻ ഔട്ട്പുട്ട് Q ബാർ. ഇവിടെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുക. ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് മുകളിൽ R, താഴെ S. ഇവിടെ നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. ഇനി ഇതിൻ്റെ എന്ത് നോക്കണം? ട്രൂത്ത് ടേബിൾ നോക്കണം. അപ്പോൾ ട്രൂത്ത് ടേബിൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള SR ലാച്ച് യൂസിങ് NORൻ്റെ ട്രൂത്ത് ടേബിൾ വേണം. അപ്പോൾ SR ലാച്ച് യൂസിങ് NORൻ്റെ ട്രൂത്ത് ടേബിൾ SR Q ബാർ. ഓക്കെ, ഇതാണ് NORൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നോക്കാം 00 01 10 11 അല്ലേ. അപ്പോൾ 00 വരുന്ന സമയത്ത് എന്താ വരിക? മെമ്മറി. 00 വരുന്ന സമയത്ത് മെമ്മറി. 01 വരുന്ന സമയത്ത് 01, 10 വരുന്ന സമയത്ത് 10, 11 വരുന്ന സമയത്ത് നോട്ട് യൂസ്ഡ്. ഓക്കെ, ഇതാണ് SR ലാച്ചിൻ്റെ ബേസിക് XR ലാച്ച് യൂസിങ് NORൻ്റെ ട്രൂത്ത് ടേബിൾ. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഓപ്പറേഷൻ പറയണം. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ പറയാം. ആദ്യം നമ്മൾ ക്ലോക്ക്. അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം? ക്ലോക്ക് വേണം,
എസ് ആർ ക്യൂ ക്യൂ ബാർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലോക്ക് ഫസ്റ്റ് കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോക്ക് 0 ആവുക. ക്ലോക്ക് 0 ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ക്ലോക്ക് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലെ. അപ്പോൾ ഔട്ട്പുട്ട് എന്താ വരിക? ക്ലോക്ക് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1. ഇനി നമ്പർ വിത്ത് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും? രണ്ടും 1 കിട്ടും അല്ലേ. ഇവിടെ ക്ലോക്ക് കോംപ്ലിമെന്റ് 0 എന്ന് പറഞ്ഞാൽ ആർ കോംപ്ലിമെന്റും എസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഔട്ട്പുട്ടും നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പോൾ ക്ലോക്ക് 0 ആവുന്ന സമയത്ത് ഇൻപുട്ട് എന്തോ ആവട്ടെ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? SR ലാച്ചിൽ 1 1 എന്ന് പറഞ്ഞാൽ നോട്ട് യൂസ്ഡ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക നോട്ട് യൂസ്ഡ് എന്നാണ് കിട്ടുക. അപ്പോൾ ക്ലോക്ക് 0 ആവുന്ന സമയത്ത് ഇൻപുട്ടിന് അത് ഡിപ്പെൻഡ് ചെയ്യേയില്ല. വാട്ട് എവർ ദ ഇൻപുട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്താ വരിക? നോട്ട് യൂസ്ഡ് 1 1 ആണ് വരിക. ഇനി ക്ലോക്ക് 1 ആവുന്ന സമയത്ത് നമുക്ക് 0 1 0 0 0 1 1 0 1 1 ക്ലോക്ക് 1 ആവുന്ന സമയത്ത് ഇതാണ് നമുക്ക് നോക്കേണ്ടത് ട്രൂത്ത് ടേബിൾ. അപ്പോൾ ക്ലോക്ക് 1 ആവുന്ന സമയത്ത് നോക്ക്, ആദ്യം നമ്മൾ എസ് 0 ആർ ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 0. അപ്പോൾ ക്ലോക്ക് 1 ആവുന്ന സമയത്ത് എന്താണ്? ക്ലോക്ക് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ. എനി നമ്പർ വിത്ത് 0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരിക? നമുക്ക് എസ് കോംപ്ലിമെന്റ് അതേപോലെ ആർ കോംപ്ലിമെന്റ് എന്നാ വരിക അല്ലേ. ക്ലോക്ക് 0 എനി നമ്പർ വിത്ത് 0 എന്ന് പറഞ്ഞാൽ ആർ കോംപ്ലിമെന്റ് എസ് കോംപ്ലിമെന്റ് അല്ലേ. അപ്പോൾ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 0. അപ്പോൾ എസ് കോംപ്ലിമെന്റ് ഈക്വൽ ടു 1, ആർ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 അല്ലേ. എസ് കോംപ്ലിമെന്റ് ഈക്വൽ ടു 1, ഇതിന്റെ നേരെ കോംപ്ലിമെന്റ് ആർ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എസ് 0 ആർ 0 ആവുന്ന സമയത്ത് 1 1 വരിക. 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? അവിടെ നോട്ട് യൂസ്ഡ്. അപ്പോൾ നോട്ട് യൂസ്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നത് അല്ലേ. 1 1 വരുന്ന സമയത്ത് നോട്ട് യൂസ്ഡ്. ഇനി എസ് ഇസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ എസ് കോംപ്ലിമെന്റ് ഈക്വൽ ടു 1, ആർ കോംപ്ലിമെന്റ് ഈക്വൽ ടു 0 അല്ലേ. 1 0 അതായത് 0 1 വരുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? 1 0. 1 0 വരുന്ന സമയത്ത് എന്താ ഔട്ട്പുട്ട് വരിക? 1 0 തന്നെയാണ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ 1 0. ഇനി എസ് ഇസ് ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 0. എസ് ഇസ് ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 0. അപ്പോൾ എന്താ വരിക? എസ് കോംപ്ലിമെന്റ് ഈക്വൽ ടു 0, ആർ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1. 0 1 വരിക അല്ലേ. അപ്പോൾ 0 1 വരുന്ന സമയത്ത് എന്താ നോക്ക്? 0 1 വരുന്ന സമയത്ത് 0 1 തന്നെയാണ് 0 1. ഇനി എസ് ഇസ് ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 1. അപ്പോൾ എസ് കോംപ്ലിമെന്റ് ഈക്വൽ ടു 0, ആർ കോംപ്ലിമെന്റ് ഈക്വൽ ടു 0. അപ്പോൾ നോക്ക് 0 0 0 0 വരുന്ന സമയത്ത് എന്താ വരിക? മെമ്മറിയാണ് വരിക. മെമ്മറി അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ്. ഇതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നോറിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നോറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം സർക്യൂട്ട് പറഞ്ഞു, അതേപോലെ ഔട്ട്പുട്ട് പറഞ്ഞു, ബ്ലോക്ക് ഡയഗ്രം നേരത്തെ വരച്ചു, അതിൻ്റെ ട്രൂത്ത് ടേബിൾ പറഞ്ഞു. നേരത്തെ നാൻഡ് വരച്ച് ചെയ്ത അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. സെയിം ആയിട്ട് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ബേസിക് SR ലാച്ചിൻ്റെ നാൻഡിൻ്റെയും നോറിൻ്റെയും ട്രൂത്ത് ടേബിൾ അറിയെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒറ്റ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മനസ്സ് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരുന്നാൽ പിന്നെ ഇത് മറന്നുപോയില്ല. അത്രയും സിമ്പിളാണ്. അപ്പോൾ നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നോർ, അത് രണ്ടിൻ്റെയും സർക്യൂട്ട് അതേപോലെ ബ്ലോക്ക് ഡയഗ്രാം ട്രൂത്ത് ടേബിൾ ഒക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ JK DT ഫ്ലിപ്പ് ഫ്ലോപ്പുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നന്നായിട്ട് നോക്കുക. ഡു വെൽ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.